കാശെടുക്കണ സുമേഷേട്ടാ കാശില്ല. കാശില്ലാന്നാ? നിന്റെ അച്ഛനുണ്ടല്ല എന്നെ കണ്ടു കഴിഞ്ഞാ കാശ് നീട്ടും, അറിയോ നിനക്ക്? പണ്ടല്ലേ സുമേഷേട്ടാ, അച്ഛനൊക്കെ പോയിട്ട് കാലം കുറേ ആയില്ലേ. അപ്പൊ അച്ഛൻ പോയി, എന്നാ നീ ഇങ്ങോട്ട്. ഇല്ല, നീ ആഴ്ചക്ക് വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നാണ്? നീ എന്നെ വിറപ്പിക്കരുത്. എന്തായാലും നിങ്ങളൊക്കെ നോക്കിക്കണം. കാശ് കൊണ്ടുപോണേ. സുമേഷേട്ടാ പോയിട്ട് വാ. ഞാൻ പോണല്ലേ? എന്നാ പോണില്ല. അതൊന്നും എടുക്കല്ലേ, അതവിടെ വെക്കി. കൊണ്ടുപോവാ. കൊണ്ടുപോകാനാ ഇങ്ങോട്ട്. ഇല്ലെന്നേ. എടാ എനിക്ക് 2-3 ഉണ്ട്, ഐറ്റങ്ങളെ പോറ്റേണ്ടതാണ്. മക്കളെ പോറ്റാൻ ഞാൻ എന്തിനാണ് കാശ് തരണത്? എടാ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് എനിക്ക് കാശ് തരുന്നത്, അവരെയാണ് ഞാൻ പോറ്റണത്. എന്ത് ന്യായമാണ് സുമേഷേട്ടി പറയണത്? ഒരു നിയമം പറഞ്ഞ കാശ് ഇല്ലെന്ന്. കച്ചവടം ഒന്നും ആയിട്ടില്ല, പൈസ ഒന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് കയറണം. വേണ്ട, അവിടെ നിന്നാ മതി. എന്നാ കൊണ്ടുപോവാ. സാറേ, രാവിലെ തൊട്ട് വന്ന് കിടന്ന് ഭയങ്കര നെമ്പാണ്. എല്ലാ കളിയും കയറി കാശ് ചോദിക്കുകയാണെങ്കിൽ. എന്താണ് സുമേഷ് ഏട്ടാ, എന്താണ് പ്രശ്നം നിങ്ങളെ? മോൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ പൊക്കോ. അതെ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കടയിൽ വന്നിട്ട് ഈ പണപ്പിരിവ് നടത്തുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. പിന്നെ എന്തിനാ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതാണ്, അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ? അതാര് തരും? എന്താ സുഗത, എന്ത് ചെയ്യപ്പത്? എന്ത് ചെയ്യാനാ സാർ? അതിനൊക്കെ സ്റ്റേഷനിലെ കൊണ്ട് 2 തട്ട് കൊടുത്താൽ അത് തീരും, പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതെ സുമേഷ് ഏട്ടാ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വക പരിപാടികളൊന്നും ഇനി ശരിയാവില്ല എന്ന്. അതൊക്കെ നിർത്താന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്താ? അമ്മേ, അത് കുഴപ്പമില്ല, അത് ചൂടോ അവിടെ കുഴപ്പമില്ല, നിന്നോളാം. ഏയ് വേണ്ട, വേണ്ടടോ, സാറ് നിന്നോട്ടെ. സാറ് തന്റെ ഇരുന്ന് സൽക്കാരം കൂടെ വന്നോന്നല്ലോ, കേസന്വേഷിക്കാൻ വന്നല്ലേ? എന്താണ് സുമേഷ് ഏട്ടാ, എന്താണ് പ്രശ്നം? ഞാൻ ഇവനോട് ചെലവിനുള്ള കാശ് ചോദിക്കുമ്പോ അവൻ തന്നില്ലെന്ന്. അപ്പൊ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൈസ ചോദിച്ചാൽ ഇവരെങ്ങനെ എടുത്തു തരും? ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വരാറില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം. അതെ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ വേണം? എനിക്ക് ജീവിക്കണം, എൻ്റെ മക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. അപ്പൊ എനിക്ക് ജീവിക്കണം, എനിക്ക് അതിനുള്ള പൈസ കിട്ടണം. അതല്ലേ സാറ് ചോദിച്ചാൽ എത്രയാണെന്ന്? എത്ര വേണ്ടത് പറ. എത്ര വേണ്ടതെന്നാ? ഒരു 50 രൂപ കിട്ടിയാൽ മതി. ഏടോ, 50 രൂപയല്ലേ അങ്ങേര് ചോദിക്കാനുള്ളൂ? അങ്ങേര് ഒരു വയസ്സായ ആളല്ലേ, ആ പൈസ കൊടുത്തൂടെ? സാർ, ഈ 50 രൂപ വെറുതെ കിട്ടില്ല സാറേ. കണ്ട, ഇതാണ് സ്വഭാവം. ആ കത്തി കഥാട് കത്തി കാണിച്ചാലും അവര് മേടിക്കില്ല, അവര് പിള്ളേരല്ലേ. ആ കത്തി കാണിക്കാൻ നിൽക്കണം. അതെ സുഹൃത്ത, ഞാൻ പൈസ ഒന്നും എടുത്തില്ലല്ലോ, ഒരു 50 രൂപ കൊടുത്തേ. അല്ല, എന്നാ ഇവിടുത്തെ അങ്ങ് പോവാലോ. ഞാനോ? എന്റെ കയ്യിലില്ലാതെ ഞാൻ തരാം. 50 രൂപ കിട്ടിക്കഴിഞ്ഞ് നീ വഴിക്ക് വരരുത്. അടുത്ത ആഴ്ച ഇനി പോ, പ്രശ്നം ഉണ്ടാക്കണ്ട, പോ. പാവം മനുഷ്യ. എടാ, നിങ്ങൾക്ക് ഈ കടക്കാർക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ 10-15 ഉറുപ്പ് എടുത്തിട്ട് അയാൾക്ക് കൊടുത്താൽ എത്ര വന്ന്? ഇത് എപ്പോഴും വന്ന് എല്ലാരും കൊടുക്കണ്ട് സാറേ. പിന്നെ ഈ വന്ന് കിടന്ന് അലമ്പ് കാണിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ കൊടുക്കണം നമ്മള്? അയാളൊരു പഴയ ആളല്ലേ, അപ്പൊ ആ സന്തോഷം കൊണ്ട് പോണ പോക്ക് നോക്ക്. എത്ര രൂപയുടെ കച്ചവടം പോയെന്ന് അറിയാമോ? 5 ആൾക്കാരൊക്കെ തിരിച്ചു പോയായിരുന്നു.